ഹലോ ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഫേമസ് ടൂറിസ്റ്റ് സെൻ്ററായ തേക്കടിയാണ്. ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ഞങ്ങളിവിടെ പോയത്. KTDCയുടെ അണ്ടറിൽ വരുന്ന ബാംബു ഗ്രൂവിലാണ് ഞങ്ങൾ താമസിച്ചത്. കോട്ടേജസ് ആയിട്ടാണ് അവിടെ നമുക്ക് സ്റ്റേ ഉള്ളത്. കപ്പിൾ കോട്ടേജിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ബാംബു വെച്ചിട്ടുള്ള അടിപൊളി കോട്ടേജസ് ആയിരുന്നു. ചുറ്റിനും ബാംബു ഉള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകതകളും. നല്ല ക്ലീൻ എൻവയോൺമെൻ്റ് ആയിരുന്നു. നല്ല 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 നീറ്റായിട്ട് അവരെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ കുരങ്ങന്മാർ നമുക്ക് ചുറ്റിനും ഉണ്ടാവും കേട്ടോ. നല്ല നല്ല കൂൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഹോണസ്റ്റ്ലി ഇറ്റ് വാസ് നൈസ് സ്റ്റേ. ബാത്റൂം ആണെങ്കിലും നല്ല ക്ലീൻ ആയിരുന്നു. നമുക്ക് റൂമിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ പുറത്തിരിക്കാൻ 2 ചെയറുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് കുശലൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസമായിരുന്നു. ടോട്ടലി അവിടുത്തെ സ്റ്റേ എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബോട്ടിങ്ങിനായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. സെക്യൂരിറ്റി ഗാർഡ് ഞങ്ങളെ സീറ്റ് നമ്പർ അനുസരിച്ച് ഉള്ളിലേക്ക് ഇരുത്തി. ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിലാട്ടോ സീറ്റ് കിട്ടിയത്. സെക്യൂരിറ്റി മുഖ്യമന്ത്രി ആക്ച്വലി ഞങ്ങൾ സീസണിലല്ല കേട്ടോ പോയത്. സീസണിൽ പോയിരുന്നെങ്കിൽ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നത് കാണാമായിരുന്നു. ഞങ്ങൾക്ക് അധികം മൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ല. ബാഡ് ലക്ക്. ഞങ്ങളോട് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ജൂൺ മാസമൊക്കെ വരാം, അപ്പം നല്ല ചൂടാകുമ്പോൾ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരും, അപ്പോൾ ഒന്നും കൂടെ വരാൻ പറഞ്ഞാണ് ഞങ്ങളെ വിട്ടത് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ പോയത് ഈ ചങ്ങാടത്തിലാണ്. എവിടേക്കാണെന്നല്ലേ, ഞങ്ങൾ ട്രക്കിങ്ങിന് പോയി. കാടിനുള്ളിലേക്ക് ഞങ്ങൾ പോയി. ചങ്ങാടത്തിൽ അങ്ങേയറ്റം പോലെ ഇങ്ങേറ്റം പോലെ ചങ്ങാടത്തിലും. പിന്നെ ഞങ്ങൾ നടന്ന് പോയി ഗൈസ്. ഒരുപാട് ദൂരം കാടിനുള്ളിലൂടെ നടന്ന് ഞങ്ങൾ അവശരായി. വെള്ളമൊക്കെ ആയിട്ടാണ് പോയിട്ടെങ്കിലും മതിയായില്ല. അതുപോലെ ഞങ്ങൾ നടപ്പായിരുന്നു. ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരാൻ ഗൈഡൻസ് ആയിട്ട് ഈ അനീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഓരോ മരങ്ങൾ കാണുമ്പോഴും അതെന്താണെന്നും അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും എത്ര കാലമായാണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പുള്ളി വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. കണ്ടോ എന്ത് വലിയ മരങ്ങളാണ് കാട്ടിനുള്ളിൽ ഉള്ളതെന്ന്. ഇതുപോലെ ഒരുപാട് ഞങ്ങൾ കാഴ്ചകൾ കാണാൻ പറ്റി. അത് ആന കുത്തിയിട്ടെന്നാണ് കേട്ടോ പറയുന്നത്. അത്രയ്ക്കും ഒരുപാട് കാഴ്ചകൾ കാണിച്ചു. ഓരോ മരങ്ങളെ പറ്റിയും പുള്ളി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതിൻ്റെ നല്ല ഹൈറ്റിലാണ് മരങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് അവിടുന്ന് കാടിനുള്ളിൽ നിന്ന് നമുക്ക് പൊതുവെ അവിടെ ആദിവാസികൾക്കല്ലാതെ വേറെ ആർക്കും അവിടെ കയറി ഒരു മരങ്ങളും മുറിക്കാനോ ഒരു വിറക് കഷ്ണം പോലും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. അത്രയ്ക്ക് സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണത്. പേര് പോലെ തന്നെ നമുക്ക് ഒരുപാട് ടൈഗറുള്ള ഒരു സ്ഥലമാണ് ഈ പെരിയാർ ടൈഗർ റിസർവ്. അതിൽ ഒത്തിരി ആനകളും ഒരുപാട് തരത്തിലുള്ള ജീവികളുള്ള സ്ഥലമാണ്. നമ്മൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഒരു അസ്ഥി കൂടെ മാത്രം കാണാൻ പറ്റി ഗൈസ്. ഇത് കാട്ടുപോത്തിൻ്റെയാണെന്നാണ് പറഞ്ഞത്. പുലി പിടിച്ചതൊക്കെ ആവാം. അതിൻ്റെ അസ്ഥി കൂടെ മാത്രം നമുക്ക് കാണാൻ പറ്റി. ഇതെന്ത് സാധനമാണെന്ന് എന്നോട് ചോദിക്കരുത് ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കാടിനുള്ളിൽ ആഘോഷിച്ച് ഞങ്ങൾ പ്രണയാർദ്രരായി നടന്നു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.